ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് BCG വാക്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് ജനിച്ചതിന് ശേഷം എടുക്കുന്ന ആദ്യത്തെ ഒരു വാക്സിനാണ് BCG വാക്സിൻ. ഇപ്പോ NICUയിലേക്കാണ് ബേബി എങ്കിൽ നമ്മൾ NICU അവിടെ നിന്ന് റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജിന് മുന്നേ നമ്മൾ ഈ BCG വാക്സിൻ കുഞ്ഞുങ്ങൾക്ക് എടുക്കും. മാത്രമല്ല നമുക്ക് ജനിച്ചു കഴിഞ്ഞ ഒരു 72 അവേഴ്സിനൊക്കെ ഉള്ളിൽ ഫസ്റ്റ് എടുക്കുന്ന ഒരു വാക്സിനാണ് ഈ BCG വാക്സിൻ എന്ന് പറയുന്നത്. ഏത് കുഞ്ഞു ജനിച്ചു കഴിഞ്ഞാലും ഇപ്പൊ പ്രീടേം ആണെങ്കിലും ടേം ആണെന്നുണ്ടെങ്കിലും കുഞ്ഞു ജനിച്ചു കഴിഞ്ഞ് നമ്മൾ എടുക്കുന്ന ഒരു വാക്സിനാണ് BCG വാക്സിൻ. BCG വാക്സിൻ എടുത്തു കഴിയുമ്പോൾ ചില അമ്മമാർക്കുള്ള ഡൗട്ട് അല്ലെങ്കിൽ ഒരു ടെൻഷനാണ്, ഇത് പഴുത്തിട്ടില്ല, അതിൽ സ്കാർ വന്നിട്ടില്ല, പഴുത്തു പൊട്ടിയാൽ എങ്ങനെ ഇത് കെയർ ചെയ്യണം, ഓയിൻമെന്റ് ഇടണോ എന്നതിനെ പറ്റിയിട്ട്. BCG വാക്സിൻ എടുത്തു കഴിഞ്ഞ് 2 മുതൽ 6 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ആ BCG വാക്സിൻ എടുത്ത സ്ഥലത്ത് വ്രണം ആവുകയും അത് പഴുത്ത് അത് പൊട്ടി അവിടെ സ്കാർ ആവുകയും ചെയ്യും. ഇതാണ് ഒരു നോർമൽ BCG വാക്സിൻ ഹീൽ ചെയ്യാനുള്ള പ്രോസസ്. ഈ ഒരു വാക്സിൻ എടുത്ത സ്ഥലത്ത് പഴുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഓയിലോ മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ആന്റിസെപ്റ്റിക് ക്രീമുകളോ അല്ലെങ്കിൽ മെഡിസിൻസോ ഒന്നും നമ്മൾ അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. ആന്റിസെപ്റ്റിക് പൗഡറോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻ എന്തെങ്കിലും ഡോക്ടർ തരികയാണെങ്കിൽ മാത്രം നിങ്ങൾ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കുഞ്ഞുങ്ങളെ കുളിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ആവശ്യമില്ലാതെ തൊട്ട് നോക്കിക്കൊണ്ടിരിക്കുക. അതിൽ ആവശ്യമില്ലാതെ അതിൽ തൊടേണ്ട കാര്യമില്ല. അങ്ങനെ തൊടുക, അവിടെ എന്താ പറയുക, വെള്ളം മാറാനായിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്യുക, അങ്ങനെയൊന്നും കുഞ്ഞുമക്കളുടെ ദേഹത്ത് ചെയ്തു കൊടുക്കാനായിട്ട് പാടില്ല. വളരെ ടൈറ്റ് ആയിട്ടുള്ള ക്ലോത്ത്സോ അങ്ങനെയൊന്നും ആ സമയത്ത് ആ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് ഇട്ട് കൊടുക്കാതിരിക്കുക. അതിൽ നിന്നും വെള്ളം പോലത്തെ ദ്രാവകങ്ങൾ അല്ലെങ്കിൽ പസ് പോലെ എന്തൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളൊരു വെറ്റ് ക്ലോത്ത്, വെറ്റ് ടവൽ കൊണ്ട് ആ നനവ് ഒപ്പിയെടുക്കുക, ആ നനവ് മാറ്റി കൊടുക്കേണ്ടതും. ഇനി അടുത്തൊരു സംശയമാണ്, ഈ BCG വാക്സിൻ എടുത്തു കഴിഞ്ഞ കുഞ്ഞുങ്ങളിൽ സ്കാർ വന്നിട്ടില്ല, അതുപോലെ തന്നെ അവിടെ പസ് വരുന്നില്ല, അത് വരാണ്ടിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഈ BCG എടുത്തത് എഫക്റ്റ് ആവുകയില്ലേ? അതല്ല കുഞ്ഞുങ്ങളുടെ ഇമ്മ്യൂണിറ്റി അധികം കുഞ്ഞുങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടിട്ടാണോ BCG എടുത്തിട്ടും കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ വരാതിരിക്കുന്നത്? ഇതിന് ഉള്ള സംശയം അല്ലെ ഇങ്ങനത്തെ ഒരു സംശയങ്ങൾ അമ്മമാർക്ക് ഉണ്ടാവും. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതാണ്. വീണ്ടും ഇതുപോലെയുള്ള പ്രയോജനപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.